വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ശനിയാഴ്ച നടക്കുന്ന 10th പ്രിലിംസ് എക്സാമിൻ്റെ ഒരു റിവിഷനാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നിവിടെ പഠിക്കുന്നത്. ഇത് റിലേറ്റഡ് ഫാക്ട്സ് ഇൻക്ലൂഡ് ചെയ്ത വേറെ ക്ലാസ് ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കി റിലേറ്റഡ് ഫാക്ട്സ് വേണ്ടവർ അങ്ങനെ പഠിക്കുക. ഇപ്പോൾ ഇവിടെ ഇതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ സി നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ബി 2019. ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത് എന്ന്? 2019. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? ഓപ്ഷൻ ഡി പി വത്സല. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പി വത്സല. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ളയാണ്. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് KG ശങ്കരപിള്ള. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് NS മാധവനാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2024 25 എഴുത്തച്ഛൻ പുരസ്കാര ജേതാക്കൾ. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? ഓപ്ഷൻ സി 15. കേരളത്തിൽ 2021 നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 15. ഇപ്പോൾ 2026 കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാം നിയമസഭ. അത് പ്രത്യേകം ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇപ്പോൾ അതാണല്ലോ ലേറ്റസ്റ്റ്. 2026 കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭ സംസ്ഥാനത്തെ എത്രാമത്തെ നിയമസഭയാണ്? 16ാം നിയമസഭ. 2021 നിലവിൽ വന്നത് 15ാമത്തെ. 2026 കേരളത്തിൽ നിലവിൽ വന്ന നിയമസഭ 16ാമത്തെ നിയമസഭയാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു കഴിഞ്ഞതുകൊണ്ട് ഈ ഒരു ചോദ്യം ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണേ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് കേരളത്തിൽ 16ാം നിയമസഭയാണ്. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ബി EOS 04. 2022 ഫെബ്രുവരിയിൽ ഇന്ത്യ വിജയകരമായി വിക്ഷേപിച്ച കൃത്രിമ ഉപഗ്രഹം ഏത്? EOS 04. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? ഓപ്ഷൻ എ K കസ്തൂരിരംഗൻ. 2020 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ ആര്? K കസ്തൂരിരംഗൻ. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏത്? ഓപ്ഷൻ ഡി താലോലം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്കായി സൗജന്യ ചികിത്സ നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? താലോലം. $2021 JC ഡാനിയൽ പുരസ്കാരം നേടിയത്? ഈ ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയിരിക്കുന്നത് നടി ശാരദയാണ്. ഓർത്തു വയ്ക്കുക. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് 2024 JC ഡാനിയൽ പുരസ്കാരം നേടിയിരിക്കുന്നത് നടി ശാരദയാണ്. കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ എ തിരുവനന്തപുരം.
കേരളത്തിലെ അന്താരാഷ്ട്ര വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏത് ജില്ലയിലാണ്? തിരുവനന്തപുരം. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏത്? ഓപ്ഷൻ ബി നൂൽപ്പുഴ. കേരളത്തിൽ ആദ്യമായി 100% വാക്സിനേഷൻ പൂർത്തിയാക്കിയ ഗോത്ര പഞ്ചായത്ത് ഏതാണ്? നൂൽപ്പുഴ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം? ഓപ്ഷൻ ബി ഉത്തര മഹാസമതലം. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തര മഹാസമതലം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഓപ്ഷൻ സി ലൂണി. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ഉപദ്വീപീയ നദികളിൽ ഉൾപ്പെടാത്ത നദി കണ്ടെത്തുക. ഏതാണ്? ലൂണി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏത്? ഓപ്ഷൻ ഡി പരുത്തി. റിഗർ എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണിന് ഏറ്റവും അനുയോജ്യമായ കൃഷി ഏതാണ്? പരുത്തി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ മേഘാലയ. ഇത് ഓർത്തു വയ്ക്കാനുള്ള ക്ലൂ ആണ്, ഞാൻ എപ്പോഴും പറയുന്നതാണ്. എന്താ? മഴയുണ്ടാകാൻ കാരണം എന്താണ്? മേഘങ്ങളാണ്. അപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം ഏത് സംസ്ഥാനത്തിലായിരിക്കും? മേഘാലയയിൽ. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചോണം കേട്ടോ. മഴയും മേഘവും കൂടെ കണക്ട് ചെയ്ത് മേഘാലയ ഓർത്ത് വെക്കുക. അപ്പം മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡം എവിടെയാ? മേഘാലയ സംസ്ഥാനത്തിൽ. ഓക്കെ, അപ്പം ഇനി ഇതാരും മറക്കത്തില്ലല്ലോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. ലോക ഓസോൺ ദിനം എന്നാണ്? ഓപ്ഷൻ ഡി സെപ്റ്റംബർ 16. ലോക ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം? ഓപ്ഷൻ എ മണികരൺ. ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. 2026 നടന്ന 10th പ്രിലിംസിന് ഇങ്ങനൊരു ചോദ്യം ഉണ്ടായിരുന്നു. ഭൗമ താപോർജ്ജ നിലയമായ മണികരൺ ഏത് സംസ്ഥാനത്തിലാണെന്നാണ്. മണികരൺ സ്ഥിതി ചെയ്യുന്നത് ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഹിമാചൽ പ്രദേശിലാണ്. ഈ കഴിഞ്ഞ 10th പ്രിലിംസിന് ചോദിച്ചതാണ്. ഇപ്പം എന്താണ്? ഇന്ത്യയിൽ ഭൗമ താപോർജ്ജ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? മണികരൺ. മണികരൺ എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ് കേട്ടോ. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം? ഓപ്ഷൻ ഡി അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് ബീഹാറിലാണ്. അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യയിൽ ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ബീഹാറാണ്. ഇന്ത്യയിലെ ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. ഓക്കെ. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഓപ്ഷൻ സി സോജില. ശ്രീനഗർ കാർഗിൽ മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സോജില. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏത്? ഓപ്ഷൻ എ ഖാരിഫ്. ജൂൺ മുതൽ നവംബർ വരെ കൃഷി ചെയ്യുന്ന കാർഷിക കാലം ഏതാണ്? ഖാരിഫ്. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏത്? ഓപ്ഷൻ ബി NW2, അതായത് ദേശീയ ജലപാത 2. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ധൂബ്രി വരെ നീണ്ടു കിടക്കുന്ന ജലപാത ഏത്? ദേശീയ ജലപാത 2 NW2. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? ഓപ്ഷൻ സി 1946 ഡിസംബർ 9. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്ന്? 1946 ഡിസംബർ 9.
വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി പ്രസ്താവന 1, 2, 3. ശരിയായ പ്രസ്താവനകൾ. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. ഭരണഘടനയുടെ അനുച്ഛേദം 21A വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമായി മാറി. എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തം ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 കേട്ടോ. അതൊന്നും ഓർത്ത് വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1 കേട്ടോ. 2010 ഏപ്രിൽ 1. പിന്നെ ഓർത്ത് വയ്ക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞുതരാം. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് വർഷം 2010 ഓർത്ത് വയ്ക്കുക. പിന്നെ കുട്ടികൾക്ക് സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നത് ഏപ്രിൽ 1 അപ്പോൾ അന്നാണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന്. ആ മന്തും ഡേറ്റും അങ്ങനെ അങ്ങ് ഓർത്താൽ മതിയേ, മന്തും ഡേറ്റും കൂടി. ഏപ്രിൽ 1 എന്നുള്ളത് സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്ന എന്നാ, ഏപ്രിൽ 1 മുതലല്ലേ. അപ്പം ഏപ്രിൽ 1 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്ന് ഓർക്കുക. വർഷം, ഇയർ കൃത്യമായിട്ട് 2010 തന്നെ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പം എന്താണ് വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് 2010 ഏപ്രിൽ 1. ഇനി ഇതാരും മറക്കത്തില്ലല്ലോ. ഇയർ എന്നാ 2010. 2010 വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. മാസവും ദിവസവും എങ്ങനെ ഓർത്ത് വയ്ക്കുന്നത്? ഏപ്രിൽ 1 എന്താണ് സ്കൂൾ വെക്കേഷൻ തുടങ്ങുന്നത് എന്നാ, ഏപ്രിൽ 1 മുതലാണല്ലോ. ഓക്കെ, ഇനി ഇതാരും മറക്കത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ഓക്കെ. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി. ഓപ്ഷൻ ഡി മലാല യൂസഫ്സായി. സ്ത്രീ വിദ്യാഭ്യാസ സംരക്ഷണ പ്രവർത്തകയും 2014 കൈലാസ് സത്യാർത്ഥിക്കൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് അർഹയാവുകയും ചെയ്ത 17കാരി മലാല യൂസഫ്സായി. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ ദേശീയ പതാക തയ്യാറാക്കിയ പിംഗലി വെങ്കയ്യ ജനിച്ചത് ഏത് സംസ്ഥാനത്താണ്? ആന്ധ്രാപ്രദേശില്. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി, അതായത് ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? ഓപ്ഷൻ സി 42. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാ? 42ാം ഭേദഗതി. മൗലിക കടമകൾ ഏത് ഭാഗത്താണ്? ഭാഗം 4A കേട്ടോ. മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A. ഈ ഭാഗം 4A കൂട്ടിച്ചേർത്ത ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി. അടുത്ത ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഓപ്ഷൻ ബി ആനന്ദമഠം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ബംഗാളി കവിയായ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നെടുത്തതാണ്? ആനന്ദമഠത്തിൽ നിന്ന്. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏത്?
ഓപ്ഷൻ ബി അയിത്ത നിർമാർജനം. മഹാത്മാഗാന്ധി കി ജയ് എന്ന മുദ്രാവാക്യത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ഭരണഘടനാ വ്യവസ്ഥ ഏതാണ്? അയിത്ത നിർമാർജനം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി. ഓപ്ഷൻ എ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിക്കപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. അതും കൂടി ഒന്ന് ഓർത്തു വെച്ചോണേ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ സി 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികൾ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഓപ്ഷൻ സി അയ്യങ്കാളി. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് അയ്യങ്കാളി. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. ഓപ്ഷൻ എ തൃശൂർ. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം തൃശൂർ. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ഓപ്ഷൻ എ അരുവിപ്പുറം. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം അരുവിപ്പുറം. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല. ഓപ്ഷൻ സി മലബാർ. കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം. ഓപ്ഷൻ എ പയ്യന്നൂർ. മലബാറിൽ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂർ. പയ്യന്നൂർ ഉപ്പു സത്യാഗ്രഹത്തിന് 1930 നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു കേട്ടോ. ഒന്ന് ഓർത്ത് വെച്ചോണേ. പയ്യന്നൂരിലെ 1930 നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ് മന്നത്ത് പത്മനാഭൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. ഓപ്ഷൻ സി ചാന്നാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. അടുത്ത ചോദ്യം PSCയുടെ ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. ഓപ്ഷൻ ഡി രാമനമ്പി. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് രാമനമ്പി. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം. ഓപ്ഷൻ ഡി 941. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. ഓപ്ഷൻ സി ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഓപ്ഷൻ ബി കബനി. കേരളത്തിലെ 44 നദികളിൽ 3 എണ്ണമാണ് കിഴക്കോട്ടൊഴുകുന്നത്. ബാക്കി 41 എണ്ണവും പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. അപ്പോൾ കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓർത്തു വെച്ചോണേ. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന 3 നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഓക്കെ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ചിന്നാറ്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത്
ചിന്നാറ് വന്യജീവി സങ്കേതമാണ് കേട്ടോ. ചിന്നാർ ഒരു വന്യജീവി സങ്കേതമാണ്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ഓപ്ഷൻ എ ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഓർത്ത് വെക്കാൻ ഒരു ചെറിയ ക്ലൂ പറഞ്ഞു തരാം. ഭാരതിയുടെ ആനമുടിയെന്ന് ആനമുടിയെന്ന് ഓർത്താൽ മതി. അത് ഭാരതിയുടെ നീളമുള്ള മുടി, ഭാരതിയുടെ ആനമുടി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പം ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ഒരു ക്ലൂ വേണമല്ലോ ഓർത്ത് വെക്കാനായിട്ട്. അപ്പം അതുകൊണ്ട് പറഞ്ഞതാണേ, ഭാരതിയുടെ ആനമുടി. അതായത് ഈ നീളമുള്ള മുടിക്ക് നമ്മൾ പറയുമല്ലോ ആനമുടി എന്നൊക്കെ. അപ്പം അങ്ങനെ അങ്ങ് ഓർത്ത് വെക്കുക, ഭാരതിയുടെ നീളമുള്ള മുടി, ആനമുടി. അപ്പോൾ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്ത്. ആനമല മിക്കപ്പോഴും വേറെ പല ചോദ്യപേപ്പറിലും കണ്ടിട്ടുണ്ട്. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിൽ നിന്ന്. അപ്പോൾ എന്താണ്? ഭാരതിയുടെ ആനമുടി എന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമ്മൾ നീളമുള്ള മുടിക്ക് ഞങ്ങളുടെയൊക്കെ ഇവിടെ ഇങ്ങനെ ആനമുടിയാന്ന് പറയും. ഓക്കെ, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലൂ ഓർത്ത് വെക്കാനുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും പഠിക്കാമല്ലോ. നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ക്ലൂ ഉണ്ടെങ്കിലേ, കാരണം ഈ നദികളുടെ ഉത്ഭവസ്ഥാനമൊക്കെ ഓർത്ത് വയ്ക്കുക എന്നുള്ളത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓക്കെ, ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം? ഓപ്ഷൻ ബി അഞ്ജു ബോബി ജോർജ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കൊല്ലം. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം? ഓപ്ഷൻ സി ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ ദേശീയ ഉദ്യാനം ഇരവികുളം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം? ഓപ്ഷൻ ബി ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. ശുദ്ധജലത്തിലെ ഷായും ശാസ്താംകോട്ടയിലെ ഷായും വെച്ചങ്ങ് ഓർത്താൽ മതിയേ. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ കേട്ടോ. അതാ ശാശ വെച്ചങ്ങ് ഓർക്കേണ്ട കാര്യമുള്ളൂ. ശുദ്ധജലത്തിലെ ഷായും ശാസ്താംകോട്ടയുടെ ഷായും. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ ഡി 1956 നവംബർ 1. കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ്? 1956 നവംബർ 1. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ എ ബാലഗംഗാധര തിലകൻ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ബാലഗംഗാധര തിലകൻ. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? ഓപ്ഷൻ എ അഹമ്മദാബാദ്. 1918 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ്? അഹമ്മദാബാദ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ? ഓപ്ഷൻ സി റാഷ് ബിഹാരി ബോസ്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ്. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ഓപ്ഷൻ ഡി ബംഗാൾ. തേഭാഗ സമരം നടന്നത് എവിടെയാണ്? ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം? ഓപ്ഷൻ ബി സംബാദ് കൗമുദി. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം സംബാദ് കൗമുദി. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ഓപ്ഷൻ ബി 1929 ലാഹോർ സമ്മേളനം. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി? ഓപ്ഷൻ ഡി വി പി മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ
പട്ടേലിനും നെഹ്റുവിനും ഒപ്പം പ്രധാന പങ്കുവഹിച്ച മലയാളി VP മേനോൻ. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഓപ്ഷൻ ഡി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 1946 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം. ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഇന്ത്യയിൽ ഭാഷാ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാര്? ഓപ്ഷൻ ബി ബങ്കിം ചന്ദ്ര ചാറ്റർജി. പ്രസിദ്ധമായ വന്ദേമാതരം എന്ന ഗാനം അടങ്ങിയിട്ടുള്ള ആനന്ദമഠം എന്ന നോവൽ എഴുതിയതാരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. ഓപ്ഷൻ ബി കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരൾ. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻ സി ടെറ്റനി. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായിട്ട് കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചിവലിവ് എന്തു പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. ഓപ്ഷൻ എ വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കട്ടയുടെ കായും വിറ്റാമിൻ്റെ കെയും വെച്ചങ്ങ് ഓർക്കുക കേട്ടോ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ കെ. കട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വിറ്റാമിൻ കെ എന്നുള്ള ഒരു ഇതങ്ങ് മനസ്സിൽ വരുമല്ലേ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ കെ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം. ഓപ്ഷൻ ബി എംഫിസിമ. പുകവലി മൂലം ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന രോഗം ഏതാണ്? എംഫിസിമ. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഓപ്ഷൻ ഡി മൃതസഞ്ജീവനി. കേരള സർക്കാരിൻ്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനി. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത്. ഓപ്ഷൻ സി അക്ഷയ. തെങ്ങിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഏതാണ്? അക്ഷയ. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങളാണ് ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. തെങ്ങിൻ്റെ സങ്കര ഇനങ്ങൾ ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ചന്ദ്രശങ്കര. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ബി കാസർഗോഡ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കാസർഗോഡ്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ്? ഓപ്ഷൻ സി സസ്യബുക്ക്. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കളാണ് സസ്യബുക്ക്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ ഓപ്ഷൻ ഡി മെയ് 22. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മെയ് 22. ലോക ഭൗമ ദിനമാണ് കേട്ടോ ഏപ്രിൽ 22 എന്ന് പറയുന്നത്. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ആണ്. ലോക ഭൗമ ദിനമാണ് ഏപ്രിൽ 22. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. മാർച്ച് 21 ലോക വന ദിനമാണ്. ഓർത്തു വെച്ചോണേ. ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്. സെപ്റ്റംബർ 16 ഓസോൺ ദിനമാണ്. മാർച്ച് 21 ലോക വന ദിനമാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമാണ്. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ഓപ്ഷൻ സി അപ്പിക്കോ പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനം.
താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഓപ്ഷൻ എ ഹീലിയം. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതാണ് ഏക ആറ്റോമികം? ഹീലിയം. ഇരുമ്പിന്റെ അയിരുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? ഓപ്ഷൻ സി നൈട്രജൻ. അസറ്റോബാക്ടർ ബാക്ടീരിയ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാക്കുന്നത്? നൈട്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്ത്? ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ്? പാസ്ചറൈസേഷൻ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നു എങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്? ഓപ്ഷൻ ബി 30 ഡിഗ്രി. ഇത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു ചോദ്യമാണ്. എപ്പോഴും പറയാറുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. ഈ കഴിഞ്ഞ 10th പ്രിലിംസ് 2026 നടന്ന 10th പ്രിലിംസിൽ ഈ ചോദ്യം ഉണ്ടായിരുന്നു. അതായത് എങ്ങനെയാന്ന് വെച്ചാൽ പതന കോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമാണ്. അതാണ് ഇത്തവണത്തെ ചോദ്യത്തിൽ ഈ 2026 കഴിഞ്ഞ സ്റ്റേജിലൊക്കെ ചോദിച്ച ചോദ്യം അതായിരുന്നു. എനിക്ക് തോന്നുന്നത് സ്റ്റേജ് 4-ലാണോ 3-ലാണോ എന്നോ എനിക്ക് ഓർമ്മയില്ല. ചോദിച്ചിട്ടുണ്ടായിരുന്നു പതന കോണും പ്രതിപതന കോണും തുല്യമാണോ അല്ലയോ എന്ന്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും പറയുന്നതാണ് പതന കോണും പ്രതിപതന കോണിൻ്റെ അളവ് എപ്പോഴും തുല്യമാണ്, സെയിം ആണെന്ന് കേട്ടോ. പതന കോണും പ്രതിപതന കോണിൻ്റെ അളവ് എപ്പോഴും തുല്യമാണ്, അതായത് സെയിം ആണ്. ഇപ്പം 30 ഡിഗ്രി പതന കോൺ 30 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ 30 ഡിഗ്രി ആയിരിക്കും. ഇനി പതന കോൺ ഒരു 60 ഡിഗ്രി ആണെങ്കിലോ പ്രതിപതന കോൺ 60 ഡിഗ്രി ആയിരിക്കും. ഇനി പതന കോൺ ഒരു 20 ഡിഗ്രി ആണെങ്കിലോ പ്രതിപതന കോൺ 20 ഡിഗ്രി ആയിരിക്കും. പതന കോണും പ്രതിപതന കോണും എപ്പോഴും സെയിം ആയിരിക്കും കേട്ടോ, എപ്പോഴും തുല്യമാണേ. അത് ഓർത്ത് വെച്ചോണം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ്? കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതനകോൺ ഉണ്ടാകുന്നുവെങ്കിൽ അതിൻ്റെ പ്രതിപതന കോണിൻ്റെ അളവ് 30 ഡിഗ്രി തന്നെ ആയിരിക്കും. പതനകോണും പ്രതിപതന കോണും എപ്പോഴും തുല്യമാണ്. ഓക്കെ. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം? ഓപ്ഷൻ സി യുറാനസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? യുറാനസ്. പാരമ്പര്യ ഊർജ സ്രോതസ് ഏത്? ഓപ്ഷൻ ഡി LPG. പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? LPG. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്? ഓപ്ഷൻ ബി ഊഷ്മാവ്. തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ് എന്താണ്? ഊഷ്മാവ്. ദോലനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ഊഞ്ഞാലിൻ്റെ ചലനം. ദോലനത്തിന് ഉദാഹരണം ഏതാണ്? ഊഞ്ഞാലിൻ്റെ ചലനം. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടെലഗ്രാം ചാനലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ അവൈലബിൾ ആണ്. പിന്നെ റീസെൻ്റ്ലി നടക്കുന്ന PSC എക്സാമുകളുടെ പ്രൊവിഷണൽ ആൻസർ കീം ഫൈനൽ ആൻസർ കീം മാർക്ക് ചെയ്ത PDF-കളൊക്കെ കിട്ടും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. സ്റ്റഡി വിൻ PSCക്ക് വേറൊരു ചാനലുണ്ട് കേട്ടോ. അതായത് ആൻസർ കീ നോക്കാൻ വേണ്ടി മാത്രം. ഇപ്പോൾ കേരള PSC ദേവസ്വം ബോർഡ് പോലെയുള്ള എക്സാമുകളുടെ ആൻസർ കീ നോക്കാനായിട്ടൊരു ചാനലുണ്ട്, ആൻസർ കീ. പിന്നെ CSCB നമ്മുടെ കേരളത്തിലെ കോപ്പറേറ്റീവ് എക്സാമുകളൊക്കെ ഉണ്ടല്ലോ, CSCB, കേരള PSC, ദേവസ്വം ബോർഡ് പോലെയുള്ള എക്സാമുകളുടെ ആൻസർ കീ മാത്രമുള്ളൊരു ചാനലുണ്ട്. അപ്പം ഇപ്പോൾ ടെക്നിക്കൽ ആൻഡ് നോൺ ടെക്നിക്കൽ എക്സാമുകളുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ജനറൽ LDC LGS പോലെയുള്ളതും അല്ലാതെ ടെക്നിക്കൽ എക്സാംസും ഒക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആൻസർ കീ നോക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു ചാനൽ സ്റ്റഡി വിൻ PSCക്കുണ്ട്. അതിൻ്റെ പേര് PSC ആൻസർ കീ എന്നാണ് ആ ചാനലിൻ്റെ പേര് കേട്ടോ, PSC ആൻസർ കീ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ എല്ലാവരും ഇത് തന്നെയല്ലല്ലോ, ടെക്നിക്കൽ എക്സാം എഴുതുന്നവരൊക്കെ കാണത്തില്ലേ.
അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ ആൻസർ കീ ഒന്ന് പെട്ടെന്ന് നോക്കാനായിട്ട്, ആൻസർ കീ വരുന്ന ഉടനെ തന്നെ PSC പ്രൊവിഷണൽ ആൻസർ കീയും ഫൈനൽ ആൻസർ കീയും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രൈമറി ആൻസർ കീ ഒന്നും അതിൽ കാണത്തില്ല. ഒഫീഷ്യൽ ആയിട്ടുള്ള ആൻസർ കീ, അതായത് പ്രൊവിഷണൽ ആൻഡ് ഫൈനൽ ആൻസർ കീ മാത്രം അവിടെ കാണും. ഓക്കെ, അപ്പോൾ അത് വേണ്ടവർക്ക് ഇപ്പോൾ ടെക്നിക്കൽ എക്സാമിൻ്റെ ഒക്കെ ആണെങ്കിലും ഏത് ടൈപ്പ് എക്സാമിൻ്റെ ആണെങ്കിലും അത് അവിടെ നോക്കിയാൽ മതി. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. PSC ആൻസർ കീ എന്നാണ് ചാനലിൻ്റെ പേര്. സ്റ്റഡി വിൻ PSCയുടെ തന്നെ ചാനലാണ്, നമ്മുടെ തന്നെ ചാനലാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ അതിലും കൂടെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ആൻസർ കീ പെട്ടെന്ന് നോക്കാമല്ലോ ഏത് എക്സാം ആണെങ്കിലും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. എല്ലാവർക്കും താങ്ക് യു.